സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇത് കണ്ടതേ ഫിജോവ വളരെ ടേസ്റ്റിയും ഫ്ലഷിയും ആയിട്ടുള്ള ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു മരമാണ്. അതിലുണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഫിജോവ എന്ന് പറയുന്നത്. ഇതിന്റെ തൊലി ഭയങ്കര സോഫ്റ്റ് ആണ്, അതുപോലെ അകം നല്ല ഫ്ലഷിയാണ്, ജ്യൂസിയാണ്. നമ്മുടെ പേരക്കയും ഫിജോയും ഏകദേശം സിമിലർ ആണ് കേട്ടോ. വൈറ്റമിൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഏകദേശം സിമിലർ ആണ്. വൈറ്റമിൻ സി റിച്ച് ആണ്. പക്ഷെ പേരക്കയുടെ തൊലി ഇച്ചിരി കട്ടിയാണ് ഫിജോവയെക്കാളും. പിന്നെ ഫിജോവ മരത്തിൽ നിന്ന് താഴെ വീഴുന്ന സമയത്താണ് ഇത് കറക്റ്റ് ആയിട്ട് പാകമായി എന്ന് പറയുന്നത്. ന്യൂസിലാൻഡിലെ മിക്ക വീടുകളിലും ഫിജോവ കാണും, കാരണം ട്രോപ്പിക്കൽ കണ്ടീഷനിലാണ് ഇത് ഉണ്ടാകുന്നത്. ന്യൂസിലാൻഡിൽ സുലഭമായിട്ട് കാണുന്ന ഒന്നാണ് ഈ ഫിജോവ. ഇതുകൊണ്ട് നമ്മൾ പിക്ക് ചെയ്ത നമ്മൾ താഴെ നിന്ന് പെറുക്കിയെടുത്ത നമ്മുടെ ഫിജോവയാണ് കേട്ടോ. നമ്മൾ മുറിച്ച് കാണിച്ചു തരാം. ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. മുറിച്ച് വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തോടായിട്ട് കിട്ടും. ഇത് കണ്ടോ, നമുക്കിങ്ങനെ മുറിക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് മുറിക്കാൻ പറ്റും. ഇതിന്റെ അകവശം കണ്ടോ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഏകദേശം നമ്മുടെ പേരയ്ക്ക പോലെ, പക്ഷെ പേരയ്ക്ക കുറച്ചുകൂടെ നമുക്ക് കട്ടി ഉണ്ടാകും. ഇത് ഭയങ്കര നമ്മൾ പറയത്തില്ലേ ജ്യൂസിയാണ്. കണ്ടോ, ജ്യൂസിയാണ്, ഫ്ലഷിയാണ്, കഴിക്കാൻ നല്ല സൂപ്പറാണ്. ഇതിന് പറയുന്ന വേറൊരു പേര് പൈനാപ്പിൾ ഗുവാവ എന്നാണ് പറയുന്നത്. ഇതറിയപ്പെടുന്ന അങ്ങനെയാണ് കേട്ടോ. ഉണ്ടോ, നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും നമുക്ക് കാണുന്നത് നമ്മുടെ പേരക്കയാണ്. ഗുവ നമ്മൾ പറയത്തില്ല, അതിന്റെ നമ്മുടെ പേരക്ക, ചുവന്ന പേരക്ക അല്ലെങ്കിൽ വൈറ്റ് പേരക്കയാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത്. പക്ഷെ ഇത് ന്യൂസിലാൻഡിൽ വളരെ ശരിക്കും ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ഇത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ന്യൂസിലാൻഡിൽ സുലഭമായിട്ട് തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ തോട് നമുക്ക് വായിനിടാം. ഇത് തോട് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മുടെ തിളപ്പിച്ചാറിയ വെള്ളവും പഞ്ചസാരയും പിന്നെ ഫ്ലേവറിന് ഗ്രാമ്പും എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ വിത്തിൻ 3 to 4 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല വൈൻ കിട്ടും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫിജോവ. നമുക്കിനി നമ്മുടെ പേരമരം ഒന്ന് കണ്ടാലോ. നമ്മൾ ലാസ്റ്റ് ഇയർ നട്ട പേരയാണ് കേട്ടോ. പേരയ്ക്ക ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് പാകമാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.